ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്, തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ മഹാത്മാ ചോവാകോക്സ്കി എന്ന ഫിലിപ്പൈൻസ്കാരനായിരുന്ന ചൈനീസ് വംശജനും ഫിലിപ്പൈനിൽ ജനിച്ചു വളർന്ന അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം സയൻറ്റിസ്റ്റും കൂടെയായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ ദൈവികമായ ശാസ്ത്രമായിട്ടൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിക്കുകയും പല രാജ്യങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്യുകയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പത്തിൽ തൊട്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഈസോട്ടറിക് സയൻസസ് ഒക്കെ ഫോളോ ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റും കൂടെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലൊരു എക്സ്പെരിമെൻ്റ് നടത്തുക, ഈ കേൾക്കുന്ന യോഗി തലത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഡെപ്തിലേക്ക് ഡീപ്പായിട്ട് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്റ്റ് വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അദ്ദേഹം തയ്യാറാക്കിയെടുത്ത പല അറിവുകളിൽ നിന്നും പല റിസർച്ചുകളിൽ നിന്നും അദ്ദേഹം തയ്യാറാക്കിയെടുത്ത ചില സബ്ജക്റ്റുകൾ അത് കോഴ്സുകളുടെ രൂപത്തിൽ പുറത്തു വരികയും ആദ്യം അത് പുസ്തകങ്ങളുടെ രൂപത്തിൽ വന്നു, പിന്നീട് അത് കോഴ്സുകളുടെ രൂപത്തിൽ വന്നു. വളരെ സാധാരണക്കാർക്ക് പോലും പഠിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിൽ അദ്ദേഹം ഈ യോഗി ശാസ്ത്രത്തിൽ ഇതിലേക്ക് ക്രോഡീകരിച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിൻ്റെ പര്യവേഷണങ്ങൾ തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ക്വാണ്ടം തിയറിയൊക്കെ, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കി. ഈ ക്വാണ്ടം സയൻസിൻ്റെ ശക്തി, അത് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്, എങ്ങനെയാണ് അത് ഈ ഹീലിംഗ് സമ്പ്രദായമായിട്ട് നിലനിൽക്കുന്നു എന്നൊക്കെ അദ്ദേഹം വ്യക്തമായി കണ്ടെത്തി അത് പാഠ്യ പദ്ധതികളിലേക്ക് വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന, ലൈഫ് പാർട്ട്ണറായിരുന്ന ഷാർലറ്റാണ് ഇതിന് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത്. യോഗ പ്രാണവിദ്യ എന്ന് ഇന്ത്യയിൽ അതിനെ വിളിക്കുമെങ്കിലും വിദേശത്ത് ഇന്ന് പ്രാണിക് എനർജി ഹീലിംഗ് എന്നാണ് അറിയപ്പെടുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വ്യത്യസ്തമായ ഫൗണ്ടേഷനുകൾ, നമ്മുടെ തന്നെ ഫൗണ്ടേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ ലൈസൻസ് ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് എന്നറിയപ്പെടുന്ന കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ഇത് ഡൽഹിയിലായിരുന്നു, ഇപ്പോൾ അത് കൊൽക്കത്തയിലേക്ക് കൂടെ മാറ്റിയിരിക്കുകയാണ്. അവിടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ട്രസ്റ്റീസ് ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, ഇത് കൊണ്ടുപോകുന്നത്. വളരെ മികച്ചതായി ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ ക്ലിഫ് സൽദാന, വളരെ പഴയ മാസ്റ്ററുടെ മഹാത്മാ ചോവാകോക്സിയുടെ വളരെ പെറ്റായിട്ട് ചെറുപ്പത്തിലെ തന്നെ മഹാത്മാ ചോവാകോക്സിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. എന്നിട്ട് ചെന്നൈ ആസ്ഥാനമാക്കിയിട്ട് ഇതിനെ വളരെ നല്ല രീതിയിൽ അതിനെ എക്സ്പാൻഷനിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യയിലേക്ക്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഈ ഈസോട്ടറിക് സയൻസിനോട് താല്പര്യമുണ്ടായിരുന്ന ജയന്തിഭായ് പട്ടേൽ, അവർ ലവിങ് ജയന്തിഭായ് പട്ടേൽ, അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. വലിയ തരത്തിൽ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടിങ് നടത്തുന്ന ആളാണ്, വലിയ ബിസിനസ്സുകാരനാണ്. ഡോക്ടർ ക്ലിഫ് സൽദാന, അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രീസ് ഉണ്ട് വേറെ. അതുപോലെ അപ്പോൾ ജയന്തിഭായ് പട്ടേൽ ഒക്കെ ഇതിൻ്റെ ഭാഗത്ത് വരികയും ഇതിനെ കൂടുതൽ മികച്ചതാക്കി മാറ്റാനായിട്ട്, ഇത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങി. വിദേശത്ത് മാസ്റ്ററുടെ മഹാത്മാ ചോവാകോക്സിയുടെ സ്റ്റുഡൻസ് ആയിരുന്ന വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാത്മാ ചോവാകോക്സിയുമായി അസോസിയേറ്റ് ചെയ്തിരുന്ന ആളുകൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തിൻ്റെ പ്രസിഡൻറ്റുമാരായി അവിടെയൊക്കെ ഫൗണ്ടേഷൻസ് വ്യക്തമായി വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഒരു വൈശാഖ് മെഡിറ്റേഷൻ, വൈശാഖ് ഫെസ്റ്റിവൽ, ബുദ്ധപൂർണിമയ്ക്ക് ജർമ്മനിയിലെ ഒരു കാസിൽ, ഒരു കൊട്ടാരത്തിൽ പണ്ട് മാസ്റ്റർ ആ ദിവസം ജർമ്മനിയിൽ നിന്ന് കുറച്ചധികം ദൂരം ഉള്ളിലേക്ക് കാടുകളിലേക്ക് പോകുന്ന അവിടെയുള്ള ഒരു കൊട്ടാരത്തിലാണ്. ഞാനവിടെ പോയിട്ടില്ല, എനിക്കവിടെ ക്ഷണമുണ്ടായതാണ്, പക്ഷെ പോകാനായിട്ട് ഇതുവരെ സന്ദർഭം ഉണ്ടാക്കിയില്ല. അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ദിവസങ്ങളുടെ ഡീപ്പ് മെഡിറ്റേഷൻസ്, ഒരു റിട്രീറ്റ്, റഹാത്തിക് റിട്രീറ്റ് വളരെ
ഉന്നത തലത്തിൽ പരിശീലിക്കുന്ന എല്ലാവരും കൂടി ചേർന്നിരുന്ന് യോഗി, ഈ മോഡേൺ കാലഘട്ടത്തിലെ ഉന്നതരായിട്ടുള്ള യോഗിമാർ, അവർ ജീവിതത്തിൽ ഏറ്റവും മികച്ചവരായിട്ട് ഏറ്റവും സമ്പന്നരായിട്ട് നിലനിൽക്കുകയും അതേപോലെ തന്നെ യോഗി തലത്തിലുള്ള എത്തിച്ചേർന്ന പലര്, എനിക്ക് അതിലറിയാവുന്ന കുറേ പേര് ഉണ്ട്. ഒന്ന് മരിയൻ ഹോപ്പണർ ആൻഡ് വിവിയാന, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേര്, ജാക്വലിൻ ആൻഡ് ഷെർലിൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്ക് നേരിട്ട് അറിയുള്ളൂ. ബാക്കി ഉള്ളവരെ കുറിച്ച് അറിയാം, നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ പേഴ്സണൽ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ അങ്കിത് ബംഗ, ഇതിനു വേണ്ടി അദ്ദേഹവും വലിയൊരു ബിസിനസ്സുകാരനാണ് കൽക്കത്തയിലെ. അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡും മാ ഷാർലറ്റിൻ്റെ ഓമന പുത്രനുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം 2009 കാലഘട്ടങ്ങളിൽ ചെന്നൈയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം മാ ഷാർലറ്റ് സ്റ്റേജിൽ ഇരിക്കുക. ആ സമയത്ത് മാസ്റ്റർ ഇവിടുന്ന് പോയതിന് ശേഷമുള്ള ഒരു കോഴ്സ് നടത്തിയിരുന്നു മാ ഷാർലറ്റ്. അന്ന് അവിടെ അങ്കിത് ബംഗ വളരെ യങ്ങാണ് ആള്, പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ വളരെ ഡീപ്പായിട്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങൾ അദ്ദേഹം മാ ഷാർലറ്റിനോട് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഞാൻ വിചാരിച്ചു, ഇതിനെ വളരെയധികം സ്നേഹിക്കുന്ന, ഇതിൻ്റെ ഒരു ഭാഗമാകേണ്ട ആളാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം നമ്മുടെ വളരെ ഹോണറബിൾ ട്രസ്റ്റിയാണ്. ഹോണറബിൾ ജയന്തിഭായ് പട്ടേൽ, ഹോണറബിൾ ക്ലിഫ് സൽത്താൻ. അതിൻ്റെ കൂടെ തന്നെ ക്ലിഫ് സൽത്താനെ സഹായിക്കാനായിട്ട് മാം സുഷമാജി, അവരും അതേപോലെ തന്നെ വളരെ ഇൻവോൾവ്ഡായിട്ട് യോഗ പ്രാണവിദ്യയെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. സീനിയർ ട്രെയിനേഴ്സ് തന്നെയാണ് അവരും. ഇവിടെ ഈ ഏത് റിയാലിറ്റി, നമുക്ക് ഏത് ഫിസിക്കൽ റിയാലിറ്റിയിൽ എടുത്തു നോക്കിയാലും എല്ലാ സ്പിരിച്വൽ ഫൗണ്ടേഷനുകളിലും പല പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിസന്ധികളും മാസ്റ്ററുടെ കാലശേഷം ഇവിടെ പൊട്ടിമുളച്ചു. ഒരുപാട് ഫൗണ്ടേഷൻസ് ഉണ്ടായി. പ്രാണിക് ഹീലിംഗ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. എല്ലാ വാക്കുകളും കോപ്പിറൈറ്റ് പ്രകാരം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു. അതിന് കാരണം മാസ്റ്റർ ഇവിടെ നിലവിലില്ല എന്നുള്ളതിൻ്റെ ധൈര്യത്തിലാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്. മാ ഷാർലറ്റ് ഒരു ഫൗണ്ടേഷൻ തുടങ്ങി. ഇതുപോലെ വേൾഡ് വൈഡ് ആയിട്ടാണ് മാ ഷാർലറ്റ്, കാരണം മാസ്റ്ററുടെ പഴയ മാസ്റ്ററും മാ ഷാർലറ്റും കൂടി റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് മാ ഷാർലറ്റ് ഫിലിപ്പൈൻസിൽ നിന്നും അവരെ പുറത്താക്കപ്പെട്ടു. ബിക്കോസ് ഓഫ് സം ലോട്ട് ഓഫ് അതർ റീസൺസ് ആർ കണക്റ്റഡ് വിത്ത് ഫിലിപ്പൈൻ ജുഡീഷ്യറി. അവർ പിന്നെ US തിരിച്ചു പോയി. ഓസ്ട്രേലിയയിലാണ് അത് അവരുടെ താമസം എന്നാണ് എൻ്റെ കൃത്യമായിട്ടുള്ള ഇതല്ലെങ്കിൽ എൻ്റെ മനസ്സിലാക്കലുകൾ. അവർ US പോയി. പിന്നെ അവിടെ നിന്നും പോയതിന് ശേഷം അവർ അവിടെ ഈ പാഠ്യപദ്ധതികൾ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തു. മാ ഷാർലറ്റാണ് മാസ്റ്ററുടെ എല്ലാ ബുക്കുകളും എഴുതാനായും അത് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യാനും സഹായിച്ചത്. അവരുടെ പേരായിരുന്നു കമ്പൈലർ. അത് എഴുതിയത് മാ ഷാർലറ്റ് എന്ന പേരിലായിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ ആ ബുക്സൊക്കെ കോപ്പിറൈറ്റ് പ്രകാരം അതൊക്കെ വേറെ തലങ്ങളിലേക്ക് മാറിപ്പോയി. അവരുടെ പേരുകൾക്ക് ഒരു പ്രസക്തി ഇല്ലാണ്ടായി. അതിനെല്ലായിടത്തു നിന്നും ഫോട്ടോകളിൽ നിന്ന് പോലും അവരെ ഇറേസ് ചെയ്ത് കളഞ്ഞു. വാട്ടവർ, സത്യം നിലനിൽക്കുമല്ലോ, സത്യം തന്നെയല്ലേ നിലനിൽക്കുകയുള്ളൂ. എത്ര മാച്ച് കളഞ്ഞാലും ചില ആളുകളുണ്ടാക്കിയ സിഗ്നേച്ചർ നമുക്ക് മാച്ച് കളയാനായിട്ട് സാധിക്കില്ലല്ലോ. മാ ഷാർലറ്റ് അങ്ങനെ വളരെ ഡെഡിക്കേറ്റഡ് ആൻഡ് പവർഫുൾ ബീയിങ് ആണ് അവർ. വളരെ സ്പിരിച്വൽ ലെവലിൽ ഉയർന്ന അവരുടെ ഡിറ്റർമിനേഷൻ ഈസ് അമേസിങ്. ഞാൻ നേരിട്ട് അവരുടെ അടുത്ത് നിന്ന് ഈ ട്രെയിനേഴ്സ് കോഴ്സൊക്കെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് നേരിട്ട് എനിക്ക് ഒറ്റയ്ക്കാണ് അവർ എല്ലാ ഹയർ കോഴ്സസും പഠിപ്പിച്ചത്. എനിക്ക് ഓതറൈസേഷൻ തന്നതൊക്കെ മാ ഷാർലറ്റാണ്. ഞാനത് മാ ഷാർലറ്റിൻ്റെ ആത്മാവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മാ ഷാർലറ്റ് എന്നെ സഹായിച്ചു എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അവർ എപ്പോഴും പറയാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ദർ ഈസ് എ പ്ലേസ് ഇൻ കേരള. അവർക്ക് തൃശ്ശൂർ എന്ന് പറയാൻ എത്ര അറിയില്ല, പക്ഷേ അവർ പറയും ദിസ് ഇസ് മൈ സൺ
രഞ്ജിത്ത്, ഹീ ഈസ് സിറ്റിംഗ് ഓൺ മൈ ഷോൾഡർ. അത്ര സ്നേഹമായിരുന്നു എന്നോട്. അവരങ്ങനെ എല്ലാ ഉന്നതമായ കോഴ്സുകൾ പഠിക്കാനുള്ള MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യും, എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ മറ്റുള്ള ഫൗണ്ടേഷനുകളിലെ ട്രെയിനറായിരുന്നു. അതിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ഷാർലറ്റിൻ്റെ കൂടി അവർ തന്ന സ്നേഹവും അവർ തന്ന ആ ഡെവലപ്പ് ചെയ്യാനുള്ള ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായി ഞാനിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തൃശ്ശൂരാണ് എനിക്കൊരു സെൻറ്റർ ഉള്ളത്. ചെറിയൊരു സൗകര്യം മാത്രമേ ഉള്ളൂ. പല വിദേശങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകൾ അവിടുത്തെ ക്ലാസ്സുകളിൽ അവിടെ നിന്നൊക്കെ പഠിച്ച ആളുകൾ തന്നെ അവിടെ വന്ന് അധികം പഠിച്ചിട്ടുള്ളത്. അത് ഞാൻ എന്തുകൊണ്ടാണ് എന്ന് ഓർക്കുമ്പോൾ അവർ പറയുന്നത് ഒരു സെമിനാർ പോലെ ഒരു കൂട്ടത്തിനെ പഠിപ്പിക്കുമ്പോൾ ഒരു സെമിനാർ നടന്ന ഫീലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ആക്ച്വലി ഇവർക്ക് മുഴുവനായിട്ടും സിലബസ് പഠിച്ചത് മനസ്സിലായിട്ടില്ല എന്നൊരു അവകാശവാദമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവർ പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ്, അപ്പോൾ അവരുടെ ഭാഷ മറ്റു പല ഭാഷകളാണ്, ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ആളുകളല്ല. അപ്പോൾ കൂടെ ഇരിക്കുന്ന മറ്റുള്ള ഭാഷക്കാർ അവർക്കത് ഇംഗ്ലീഷിലാക്കി പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സ്പാനിഷിലാണ് സംസാരിക്കണമെങ്കിൽ ജർമ്മൻ, അങ്ങനെ ഓരോ ഭാഷകളുടെ സംസാരിക്കുന്ന ആളുകളുടെ കൂടെ ആരെങ്കിലും ദൈവനിയോഗം മാതിരി അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ അവരുടെ കൂടെ തന്നെ പഠിക്കാനുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ തന്നെയാണ് അവരെ പഠിപ്പിച്ചത്. ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ പോയി. ഇംഗ്ലീഷിലാണ് എനിക്ക്, ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് എനിക്ക് കംഫർട്ട്. വേറെ ഭാഷകളൊന്നും എനിക്ക് അത്ര അറിയില്ല. പക്ഷേ ഇംഗ്ലീഷിൽ സബ്ജക്റ്റായിട്ട് ഇംഗ്ലീഷിൽ അത്ര മഹനീയമായ അത്ര ഡീപ്പറായിട്ടുള്ള ഒരു തലത്തിലൊന്നും അല്ലെങ്കിലും സബ്ജക്റ്റ് ഞാൻ വളരെ ഡീപ്പറായിട്ട് ക്ലാസ്സിൽ എടുക്കുകയും മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ആത്മാവാണെന്നുള്ള പരിഗണനയിൽ ദൈവിക സാന്നിധ്യമുള്ളവരാണെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ അവരെ സോൾ ടു സോൾ കണക്ട് ചെയ്തുകൊണ്ട് അവരെ ഞാൻ പഠിപ്പിച്ച് അവരെ വളരെ പ്രാപ്തരാക്കി. ഇന്ന് അവർ ലോകത്ത് പല ഭാഗങ്ങളിലും ഹീലിംഗ് എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിൻ്റെ കൂടെ തന്നെ ഹീലിങ്ങും അർഹതപ്പെട്ടവരായി പാത്ത് ടു അർഹർഷിപ്പ് പരിശീലിക്കുകയും ക്രിയാശക്തി പരിശീലിക്കുകയും അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ അറിയുമ്പോൾ മനസ്സ് നിറഞ്ഞു പോകാറുണ്ട്. വളരെ സന്തോഷകരമായി തോന്നാറുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ഈ സബ്ജക്റ്റിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടെത്തിച്ച, ഈ ഹീലിംഗ് ശാസ്ത്രങ്ങളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച സർവേശ്വരനോടും അതുപോലെ ഗുരുവിനോടും ഗുരുപത്നിയോടും ഈ കാര്യങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ച ചോൻചിങ് മെയ്ലിംഗ്, ഇതിൻ്റെ ഉപജ്ഞാതാവായ മഹാഗുരുജി മെയ്ലിംഗ്, മഹാത്മാ ചോക്സിയിൽ കൂടെ ഷാർലറ്റിൽ കൂടെ ഇത് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്ത് ലോക നന്മയ്ക്കായി എത്തിക്കാനായിട്ട് സഹായിച്ചു. അപ്പോൾ അത് വളരെ എഫക്റ്റീവ്ലി ഇന്ന് പല ആളുകൾ അത് ഉപയോഗിക്കുന്നു. ജീവിത സാഹചര്യങ്ങളിൽ ഹീലിങ്ങിന് രോഗവിമോചനത്തിന്, രോഗം മാറ്റിയെടുക്കുന്നതിന് പല ലെവലുകളിലുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളുണ്ട്. പിന്നെ പ്രോസ്പെരിറ്റി, നമുക്ക് അഭിവൃദ്ധി ഇല്ലാണ്ടിരിക്കുന്നതാണ് വേറൊരു പ്രശ്നം, ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിന് വേണ്ട ഒരു പ്രോസ്പെരിറ്റി കോഴ്സസ്, ക്രിയാശക്തി, എനർജി ടെക്നോളജി ഓഫ് ഫാമിലി മാനേജ്മെൻറ്റ്, ഹോം മാനേജ്മെൻറ്റ്, ദാറ്റ് ബിസിനസ് മാനേജ്മെൻറ്റ്, സ്പിരിച്വൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഫെങ്ഷുയി, പ്രാണം ഉപയോഗിച്ചു ഫെങ്ഷുയി, അതായത് ഊർജത്തിൻ്റെ നിലവാരം അനുസരിച്ചാണ്. അതായത് ഓരോ സ്കൾപ്ചർ വെച്ച് ഓരോ സ്ഥലം വെട്ടിപ്പൊളിക്കലൊന്നല്ല, വളരെ ലളിതമായിട്ട് നമുക്ക് വല്ല കറക്ഷൻസ് ഉണ്ടെങ്കിൽ ദിശകൾ വെച്ചിട്ടാണ് അത് പരിശീലിക്കുന്നത്, ദിശകളും ഊർജത്തിൻ്റെ പ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ പ്രോസ്പെരിറ്റി ബന്ധപ്പെട്ട് വേറെയും കോഴ്സുകളുണ്ട്. അത് കഴിഞ്ഞാൽ യോഗിക് സയൻസാണ് മൂന്നാമത്തെ സെഗ്മെൻറ്റ്. യോഗിക് സയൻസിലാണ് ദ അവേക്കൻ ദ ലൈറ്റ് വിത്തിൻ യു ലെവൽ 1 ആൻഡ് ലെവൽ 2 ആത്മാവിനെ കുറിച്ചൊക്കെയുള്ള ഡീപ്പറായിട്ടുള്ള പഠനമാണ്. അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ വേറെയുണ്ട്. സ്കാനിങ്, നമുക്ക് കൈകൊണ്ട് എനർജിയെ കൈകൊണ്ട് ഫീൽ ചെയ്യാനും അതെങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും നമുക്കിത് കണ്ടെത്താം. എല്ലാ മേഖലകളിലും വേണ്ടത് ഏതാ വേണ്ടാത്തത് ഏതാ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് തരുന്നതാണ് ഹാൻഡ് മൈനർ ചക്ര.
ഇതിൽ കൂടെ നമ്മൾ സ്കാനിങ് എബിലിറ്റി, നമുക്ക് മെൻ്റൽ സ്കാനിങ് ചെയ്യാം, കൈ കൊണ്ട് സ്കാൻ ചെയ്യാം, പല രീതിയിൽ നമുക്ക് സ്കാൻ ചെയ്യാം. എനർജി നമുക്ക് ടേസ്റ്റ് ചെയ്യാം, എനർജി നമുക്ക് അനുഭവിക്കാം. എനർജി ഏത് ടൈപ്പിലും വ്യത്യസ്തമായ മണങ്ങൾ ഉണ്ടെന്നറിയുക, അതിനൊരു പ്രത്യേക ഫോം ഉണ്ടെന്നറിയുക. ഇതൊക്കെ പരിശീലിച്ച് ദ പാത്ത് ടു അർഹത്ഷിപ്പ് പോലുള്ള പരിശീലനങ്ങൾ ചെയ്ത് യോഗി തലത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു യോഗിയായിട്ട് ഭൂമിയിൽ നിലനിന്ന് ഭൂമിയുമായിട്ട് ഭൂമാതാവുമായിട്ട് സുദൃഢമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഉന്നത തലത്തിലുള്ള സുപ്രീം ബീയിങ്ങുമായിട്ട് സർവേശ്വരൻ എന്ന് പറയുന്ന ഇൻഫിനിറ്റായിട്ട് നിൽക്കുന്ന ഒന്നുമല്ലാത്ത പക്ഷേ എല്ലാമായിരിക്കുന്ന ആ അവസ്ഥയുമായിട്ട് മെർജ് ചെയ്ത് ഭൂമിയുമായി മെർജ് ചെയ്ത് വളരെ ഉന്നത തലത്തിലേക്ക് ഒരു യോഗി തലത്തിലേക്ക് നമുക്ക് ഉണരാനുള്ള സൗകര്യപ്പെടുന്ന ഒട്ടനവധി കോഴ്സുകൾ ഇവിടെ മഹാത്മാ ചുവാക്കോക്സി ത്രൂ മാ ഷാർലറ്റ് അനുവദിക്കപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ അത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് ജീവിതത്തിലെ വളരെ അമൂല്യമായ തലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. ഇതിനൊക്കെ കുറച്ച് സമയങ്ങളും കുറച്ച് കാര്യങ്ങൾ ചിലവുകളൊക്കെ വരുമെങ്കിലും നിങ്ങളിതൊക്കെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട്, ഇത് പരസ്യം ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനൊരു നിയോഗം പോലെ പഠിച്ചു കഴിഞ്ഞ ആളുകൾ പറഞ്ഞറിഞ്ഞാണ് ഇത് സ്പ്രെഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് പബ്ലിക്കായിട്ട് പഠിപ്പിക്കുന്നൊരു സബ്ജക്റ്റ് അല്ല, അത് സീക്രട്ട് ആൻഡ് സേക്രഡ് സയൻസ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സ്വകാര്യമായിട്ട് തന്നെ പഠിപ്പിക്കുക. ഇവിടെ നിറയെ ആളുകളെ വെച്ചൊക്കെ ക്ലാസ് എടുത്തു തന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ കുറേ ഒരുമിച്ച് ആളുകളെ വെച്ച് ക്ലാസ് എടുക്കുന്നില്ല. 1, 2, 3, 4 പേരെ മാക്സിമം വയ്ക്കും. അവരെ ജഡ്ജ് ചെയ്യും, അവരുടെ അറിവിനെക്കുറിച്ച് മനസ്സിലാക്കും. ആ തലത്തിൽ ആ റേഞ്ചിലാണ് ക്ലാസ് എടുക്കുക. ആളുകളെ ജഡ്ജ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അവരുടെ ആന്തരികമായ കാര്യങ്ങളിലേക്കുള്ള ജഡ്ജ്മെൻ്റ് അല്ല, അവരുടെ ലേണിംഗ് പവർ, അവരുടെ ആ ഫ്രീക്വൻസി ഓഫ് പവർ, അത് അബ്സോർബിങ് പവറൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ് എടുക്കുക. അവർക്കത് ഏത് രീതിയിലായാലും 100% അത് കംഫർട്ടായി കൃത്യമായി അവർക്ക് ജീവിതത്തിൽ അത് ഇതുവരെ ലഭ്യമല്ലാതിരുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കാതിരുന്ന കാര്യങ്ങൾ ഇവിടെ നിന്നും അവർ ആർജിച്ചെടുത്ത് പോകുന്നു. വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് മഹാത്മാ ചുവാക്കോക്സി ആൻഡ് Mahaguruji Mailing, Charlotte Anders and all other higher beings, spiritual beings, with the support of Supreme Being. Okay, ഞാൻ നിങ്ങൾക്ക് അവർക്കും ഈ കോഴ്സുകൾ പഠിക്കാനായിട്ടുള്ള വലിയ അവസരം ഇവിടെ ഉണ്ട്. ബുക്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് ഓതറൈസ്ഡ്, ആൻഡ് അതിലുപരി നിങ്ങൾക്ക് വളരെ മികച്ച ഒരു ഹീലറും ഒരു സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാക്കാൻ കൺസൾട്ടൻ്റായി നിങ്ങൾക്ക് നിൽക്കാവുന്ന കോഴ്സുകളും, അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ലവിങ് ബീയിങ് ആയിട്ട് ഈ ഭൂമിയിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മികച്ച തലത്തിൽ ശരിയുമായ സച്ചിത് ആനന്ദത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്ന വളരെ അമൂല്യമായ കോഴ്സുകളുടെ നിറവ് സ്വീകരിക്കാനായിട്ട് നിങ്ങളെ ഞാൻ മഹാത്മാ ചുവാക്കോക്സിയുടെ പേരിലും മാ ഷാർലറ്റിൻ്റെ പേരിലും മഹാഗുരുജി മെയിലിങ്ങിൻ്റെ പേരിലും ചോങ്ചിങ് മെയിലിൻ്റെ പേരിലും സർവേശ്വരൻ്റെ പേരിലും ഞാൻ ക്ഷണിക്കുന്നു. നമസ്തേ, താങ്ക് യു, നമസ്തേ. രഞ്ജിത്ത്.